ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒരു റോഡപകടം നടന്നിട്ടുണ്ടായിരുന്നു മൈലക്കാട്. നിങ്ങളെല്ലാം ന്യൂസിലൊക്കെ കണ്ടു കാണും. എന്റെ വീടിന് സമീപത്തായിട്ടായിരുന്നു. കൊട്ടിയങ്ങാടി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഇത്തനെയുള്ള ഇറക്കമുണ്ട്, വയൽഭാഗമാണ്, തോടുണ്ട്. അപ്പം അവിടെ ആയിട്ടാണ് ഈ മണ്ണെല്ലാം കൂടി ഇടിഞ്ഞ് താഴ്ന്ന് ഇങ്ങനെ എല്ലാം കൂടെ പൊളിഞ്ഞു പോയി. അപ്പോഴത്തേക്ക് ഈ 3 കാറിലെ യാത്രക്കാരും ഒരു സ്കൂൾ വണ്ടിയിലെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അതൊക്കെ വളരെ നമുക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഈ തോടുണ്ടല്ലോ, ഈ തോടിനെ കുറുകെ തോടിന് മുകളിലായിട്ട് അവർ കോൺക്രീറ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ മുകളിലാണ് ഈ ടൺ കണക്കിന് മണ്ണ് കൊണ്ടടിച്ച് ഈ മണ്ണിട്ട് പൊക്കി പൊക്കി ആ റോഡ് ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പം ആർക്കും മനസ്സിലാവും ഇത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, ഈ റോഡ് കോൺക്രീറ്റ് എന്തായാലും ഇടിഞ്ഞു വീഴും. അങ്ങനെ ആ കോൺക്രീറ്റ് ഇടിഞ്ഞ് താഴ്ന്നിട്ടാണ് ഇത് സാധനം മൊത്തം നിലം പതിച്ചത്. ഇപ്പൊ രാവിലെ ഞാൻ അവിടെ പോയിരുന്നു. പെട്ടെന്ന് അവര് മണ്ണൊക്കെ മാറ്റി ഗതാഗതമൊക്കെ അതുവഴി വിടാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ തോടിന്റെ ഈ സ്ലാബ് കെട്ടിക്കഴിയാതെ വണ്ടി അതുവഴി വിടാൻ ചാൻസ് കുറവാണ്, ഒന്നാമത്തെ കാര്യം. ഇപ്പൊ വണ്ടികളെല്ലാം കണ്ണൂര് വഴി അതുവഴി ഇതുവഴി ആയൂര് കൊട്ടാരക്കര, ട്രിവാൻഡ്രം പോണ ആയൂര് കൊട്ടാരക്കര വഴിയൊക്കെ പറഞ്ഞു വിടുക. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ളത് കണ്ണൂര് വഴി മൈലക്കാട് വഴി ഇങ്ങനെ കയറി ഇറങ്ങി പോകും. അപ്പം ഇന്ന് കളക്ടറുമായിട്ടൊക്കെ യോഗം ചേരുന്നിട്ട് എന്താണ് തുടർ നടപടികൾ എന്നൊക്കെ അറിയാൻ പറ്റും. എന്തായാലും ഫയർഫോഴ്സും പോലീസും ഒക്കെ ഉണ്ടായിരുന്നല്ലേ, ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടു കാണും. ഇന്ന് രാവിലെയും ചാനലുകാരെല്ലാം ഉണ്ട് അവിടെ. ഞാനിപ്പം കൊല്ല സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ചാനലിൽ ന്യൂസ് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ രാവിലെ പോയി എടുത്തു, ബൈറ്റ് എടുത്തു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ മണ്ണിട്ട് പൊക്കി ഇങ്ങനെ അടുക്കിയിട്ടാണ് ഈ റോഡ് ഉണ്ടാകുന്നത്. നമുക്ക് എന്തായാലും ഭയങ്കര പേടിയാണ് ഈ വണ്ടിയും കൊണ്ടൊക്കെ നമ്മൾ ഈ റോഡിന് അരൂരിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇടിഞ്ഞു വീഴുമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ റിസ്ക് എടുത്താണ് നമ്മളെല്ലാം ഇതുവഴിയൊക്കെ പോകുന്നത്. ആരും ചിന്തിക്കാതിരുന്നിട്ടില്ല. ഇതുവഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടാവാറുണ്ട്. കാരണം മാക്സിമം ഇടത് സൈഡ് ചേർന്നിട്ടാണ് എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. കുട്ടിയത്തൊക്കെ ഫുൾ ടൈം ബ്ലോക്കാണ് ഈ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത്. റിസ്ക് ആണ്. കാരണം എന്ത് നിലകളിലാണ് അതും ഇങ്ങനെ കുത്തനെയാണ് പൊക്കി വെച്ചേക്കുന്നത്. ഇവര് കുത്തനെ ചെയ്ത് വെച്ചേക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴായാലും അതൊരു വീഴും, ഇങ്ങോട്ട് മറിയും എന്നുള്ളൊരു ഫീല് തോന്നും. ഇനിയിപ്പോ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടാം. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. പുതിയ എന്തെങ്കിലും വിശേഷമായിട്ട് ഞാൻ വീഡിയോ ഇടാം. താങ്ക് യു.